നമസ്തേ. ഞാനൊരു ലൈവ് വന്നിരുന്നു. അത് ചെറിയ തകരാറ് മൂലം കട്ടായിപ്പോയി. അതുകൊണ്ട് വീണ്ടും ഒന്നുകൂടെ കണക്ട് ചെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗുരുവായൂർ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പപ്പയ്ക്ക് സുഖമില്ലാതെ ഹോസ്പിറ്റലിലായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി. അപ്പോൾ കഴിഞ്ഞ 3 മാസമായി ഞാൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് കുറച്ച് സ്ട്രഗ്ലിങ്ങിലായിരുന്നു. പപ്പയ്ക്ക് ആദ്യം ഒരു സുഖമില്ലായ്മ വന്നു. അതിനുശേഷം വീണ്ടും പപ്പ വണ്ടിയിൽ നിന്ന് വീണ്ടും ഒരു തലയിൽ ഗ്ലോട്ടൊക്കെ ഉണ്ടായ ഒരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞു. ഏതായാലും വേറെ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് എന്നെ അധികം ഇങ്ങനത്തെ റെസ്പോൺസുമായി കാണാതിരുന്നത്. എങ്കിലും സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ എഴുതിയിടാറുണ്ടായിരുന്നു. ലൈവ് വരാനുള്ളൊരു അവസ്ഥ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനിത് ലൈവ് വരാനുള്ള സാഹചര്യം. ഇന്ന് പ്രത്യേകിച്ച് ഇന്ന് വിഷുവാണ്. വിഷു ആശംസയൊക്കെ നേർന്ന് സാധാരണഗതിയിൽ നല്ല കാര്യങ്ങൾ പറയേണ്ട ഒരു ദിവസമാണ്. പക്ഷെ ഇന്ന് ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട് എന്നുകൊണ്ട് തന്നെയാണ്. അത് പറയാതെ ഇനിയും ലേറ്റ് ആക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാനൊരു ലൈവ് വന്നിട്ടുള്ളത്. ഗുരുവായൂരിലെ ആചാരലംഘനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 1 വർഷത്തിലേറെയായി ഞങ്ങൾ ഒരു സ്ത്രീ അവിടെ വന്ന് ആചാരലംഘനം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ലൈവ് ചെയ്തപ്പോൾ പലരും എന്നോട് അവരൊരു മുസ്ലിം സ്ത്രീയാണ് എന്ന് പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരു മതാചാരവും ആചരിക്കുന്ന ഒരു സ്ത്രീയല്ല എന്നാണ് അവർ പറയുന്നത്, മറ്റുള്ളവർ പറയുന്നത്. ഏതായാലും അവർ ക്ലെയിം ചെയ്യുന്നത് അവർ മുസ്ലിമാണ് എന്ന് തന്നെയാണ്. അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ആ സ്ത്രീ അവിടെ വന്ന് കാട്ടിക്കൂട്ടിയ ആചാര ലംഘനങ്ങളെ സംബന്ധിച്ച് കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഞാനും അതുപോലെ ബബിത അടക്കമുള്ള ഞങ്ങൾ കുറച്ചു പേർ ചേർന്നാണ്. ആദ്യം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർ കോടതിയിൽ ഇവർ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിലെത്തി കേക്ക് മുറിക്കുകയും അവിടെ വന്ന ഒരു ഭക്തയായ സ്ത്രീയോട് തട്ടിക്കയറുകയും ചെയ്യുന്ന രംഗം നമ്മളെവരും കണ്ടതാണ്. ഏതായാലും അവർ ഗുരുവായൂർ സ്റ്റേഷനിൽ ഞാൻ മനസ്സിലാക്കുന്നത് ആ യുവതിയുടെ പേര് പ്രിയ എന്നാണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നു. ഈ പ്രിയ എന്ന് പറയുന്ന സ്ത്രീ അവിടെ ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നേരത്തെ പരാതി കൊടുത്തിരുന്നു. 8 മാസം കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെ അതിലൊരു FIR പോലും ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ ഇട്ടിട്ടില്ല. യഥാർത്ഥത്തിൽ ഏറ്റവും നഗ്നമായ ലംഘനം നടന്നിട്ടുള്ള ഒരു വിഷയം അതുതന്നെയാണ്. കാരണം ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വിശ്വാസവുമായി ബന്ധപ്പെട്ട് തൊഴാനെത്തിയ ഒരു സ്ത്രീയെ അവരെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിച്ചുകൊണ്ട് പോലും അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഒരു പുരുഷനും ഈ സ്ത്രീയും ചേർന്ന് അവരെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുകയും അമ്പലത്തിന്റെ മുമ്പിൽ ക്ഷേത്രത്തിന്റെ മുന്നിൽ നിന്ന് കൊലവിളി നടത്തുകയും ഒക്കെ ചെയ്ത വിഷയമാണ്. അപ്പോൾ ഗുരുവായൂർ പോലീസ് സ്റ്റേഷൻ ആരോടൊപ്പമാണെന്ന് നമുക്കറിയാം. കാരണം ശ്രീരാജിനെ അറസ്റ്റ് ചെയ്ത വിഷയം വരുമ്പോൾ തന്നെ നമുക്കറിയാം. ശ്രീരാജിനെ സോഷ്യൽ മീഡിയയിലൂടെ അയാളുടെ നമ്മൾ പറഞ്ഞതാണ്, അയാളുടെ ഗുഹ്യഭാഗത്തെ രോമം പറിച്ച് ആൽത്തറയിലേക്ക് ഇടുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ ഷെയർ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ആരോപണം ഉയർത്തിക്കൊണ്ട് അയാളാണ്, അതായത് ശ്രീരാജാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീരാജിനെ പിടിച്ച് അകത്തിടുന്ന അവസ്ഥയുണ്ടായി. ആ അവസ്ഥ ഉണ്ടായപ്പോഴാണ് കോടതിയിൽ ജാമ്യത്തിനായി വന്നപ്പോൾ ഇയാൾക്കെതിരെ കേസെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ മാത്രമാണ് കേസെടുത്തത്. ഈ ഗുരുവായൂരിലെത്തിയിരുന്ന ഈ താത്തയുടെ കാര്യത്തിൽ ഹണി ട്രാപ്പ് താത്ത എന്ന് പറയാനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, അവർ ഹണി ട്രാപ്പ് ചെയ്തിട്ടുണ്ട്, നിരവധി കേസുകൾ നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സ്ത്രീ, ഈ സ്ത്രീ നമുക്കറിയാമല്ലോ, ചില കാര്യങ്ങളിൽ ഇത്തരം സ്ത്രീകളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചില ഓപ്പറേഷൻസ് സാധാരണഗതിയിൽ നടത്താറ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓപ്പറേഷന്റെ ഭാഗമാണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഞാൻ നേരത്തെ മുതൽ തന്നെ പറയുന്നുണ്ട്. കാരണം അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചിലരുടെ സാന്നിധ്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിരുന്നു, പേരാമ്പ്രയിലുള്ള ഒരു ഹൈസ്കൂൾ അധ്യാപകൻ എന്ന് പറയപ്പെടുന്ന ഒരാൾ, അയാൾ പകലൊക്കെ ഡിവൈഎഫ്ഐയും രാത്രിയിൽ SDPI പോലുള്ള സംഘടനകളുടെ ഭാഗവുമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരാൾ ഏറ്റവും സ്ട്രോങ് ആയി ഇവരെ ഒരു കേസിൽപ്പെടുത്താതെ ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് ഇവർക്കെതിരെ വാർത്ത നൽകുന്നവരെ എല്ലാം അത്തരത്തിലുള്ള എല്ലാവരെയും വിളിച്ച് സംസാരിക്കുന്നത്, അപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അയാളാണ്. അപ്പോ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർത്ത ചെയ്തപ്പോൾ, ഒരു പോസ്റ്റ് ഇട്ട സമയത്തും അയാൾ എന്റെ ഫേസ്ബുക്കിലേക്ക് വന്ന് എന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അത് വ്യാജ ഐഡിയിൽ നിന്നാണ്. അയാളുടെ തന്നെ ഏതാണ്ട് ഒരു 15ഓളം വ്യാജ ഐഡികൾ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസവും അത്തരത്തിലൊരു ശ്രമം നടത്തി. ഞാൻ അതിന്റെ ആ വ്യാജ ഐഡിയുടെ ഉറവിടം എവിടെയാണ്, ആ ഫോൺ എവിടെയാണ് ഉപയോഗിക്കുന്നത്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് കാണിക്കുന്നതെന്ന് നോക്കുമ്പോൾ ആ ലൊക്കേഷൻ കാണിക്കുന്നത് പേരാമ്പ്രയിൽ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കാനുള്ള അത്യാവശ്യം കോണ്ടാക്ട് ഒക്കെ എനിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കാനുള്ള കഴിവുമുണ്ട്. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കിയിട്ടുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ അങ്ങനെ ഒരാൾ ഇവരുടെ പിറകിലുണ്ട് എന്ന് പറയുന്നു. അത് പറയാനുള്ള കാരണം 2018 ഇവരെ ചിത്രം വര അടക്കം പരിശീലിപ്പിക്കുകയും ഒരു ചിത്രം വരയ്ക്കാൻ പരിശീലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കൃത്യമായി പറയുന്നത്
കൃത്യമായ കാര്യമാണ്, പരിശീലിപ്പിക്കപ്പെട്ടതാണ്. അല്ലാതെ അവർ ഒരു സുപ്രഭാതത്തിൽ എണ്ണീറ്റ് ഈ മറ്റുള്ളവർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ഇവരുടെ ചിത്രം വാങ്ങിക്കാൻ അവർ ഉണ്ടാക്കിയതുപോലെ ഒരു ദിവസം രാവിലെ കൃഷ്ണന്റെ പടം എഴുന്നേറ്റങ്ങ് വരച്ച്, ഗുരുവായൂരപ്പന്റെ പടം വരച്ച് അല്ലെങ്കിൽ കൃഷ്ണന്റെ പടം വരച്ചുകൊണ്ട് പ്രശസ്തിയായ ആളോ അല്ലെങ്കിൽ അതൊരു അത്ഭുത പ്രതിഭാസവുമല്ല. ഹിന്ദുക്കളെ ഏറ്റവും എളുപ്പം പറ്റിക്കാൻ എളുപ്പമാണ്. അത് വളരെ വ്യക്തമായ കാര്യമാണ്. ഞാനിപ്പോ ഇതൊക്കെ പറയുമ്പോൾ പലരും വന്ന് എന്നോട് ചോദിക്കാറുണ്ട് എന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ, നിങ്ങളൊക്കെയല്ലേ ഇവരെ വളർത്തിയത്? ഞാൻ ഒരിക്കലും ഇത്തരം സ്ത്രീകളെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരെയോ വളർത്താനോ തളർത്താനോ ശ്രമിക്കാറില്ല. ഇവരുടെ പുറകെ പോകാറില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. നമുക്ക് അറിയാമല്ലോ നമ്മളുടെ സമൂഹത്തിൽ എങ്ങനെയാണ് ഇപ്പോ പലതരത്തിലുള്ള വ്യാജ നിർമ്മിതികൾ എല്ലാ ഘട്ടത്തിലും എല്ലായിടത്തും ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലൊരു വ്യാജ നിർമ്മിതിയാണ് ഇവരെന്ന് നമുക്ക് ബോധ്യമായിരുന്നു. പലരും അത്തരത്തിലൊരു അഭിപ്രായം എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നുന്നു 2020 കൊറോണ സമയം കഴിഞ്ഞ ശേഷമാണെന്ന് തോന്നുന്നു, ഒരു സിനിമാ സംവിധായകൻ, മലയാളത്തിലൊരു സിനിമാ സംവിധായകൻ എന്റെ ഓഫീസിൽ വരുമായിരുന്നു. അദ്ദേഹമാണ് ആദ്യം എന്നോട് ഇവരെ കുറിച്ച് പറയുന്നത്. അപ്പോൾ സിനിമാ രംഗത്തൊക്കെ അന്നേ ഇവർ കുപ്രസിദ്ധിയായിരുന്നു. നിങ്ങളുടെ BJP RSSകാർ കൊണ്ടു നടക്കുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആ സ്ത്രീയെ കുറിച്ച് ഒന്ന് അന്വേഷിച്ച് നോക്കൂ എന്ന് എന്നോട് പറയുന്നത് അദ്ദേഹമാണ്. അതിനുശേഷം ആ സമയത്ത് ഞാൻ വിചാരിച്ചു അദ്ദേഹം ഒരു CPM-കാരനാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ടാണ് അദ്ദേഹം അത്തരത്തിൽ പറയുന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പിന്നീട് എനിക്കത് അന്വേഷിച്ചപ്പോൾ ബോധ്യം വരികയും ചെയ്തു. ഏതായാലും അതിനുശേഷമാണ് ഞാൻ ഇവരെ കുറിച്ച് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് എനിക്ക് ലഭ്യമായത്. അതിന്റെ കൃത്യമായ തെളിവോടുകൂടി അവർ ഈ പറയുന്നത് പോലെ ഇപ്പോ അവരെ ബലാത്സംഗം ചെയ്ത ഒരാൾക്ക് ഞാനുമായി അവിഹിത ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നത് പോലെ വെറും ഒരു ആരോപണമല്ല. എന്നെ കുറിച്ച് ആരോപിച്ചതിന് കൃത്യമായ തെളിവുമായി അവർ വരേണ്ടി വരും. ഇല്ലെങ്കിൽ അവർ കോടതി കയറേണ്ടി വരും. ആ കാര്യത്തിൽ സംശയമില്ല. കാരണം ഞാൻ അതിന് 2 പ്രാവശ്യം അവർ പറഞ്ഞതിന് 2ലും ഡിഫമേഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അതിന് അവർ കൃത്യമായി ഈ മറ്റ് കേസുകളെ പോലെയല്ല, അതിന് ഞാൻ കൃത്യമായി അവരെ കൊണ്ട് മറുപടി പറയിക്കും. ഒരു സംശയവും വേണ്ട കാര്യത്തിൽ. ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിലെ പോലീസ് സംവിധാനങ്ങൾ ഈ സ്ത്രീക്ക് ഗുണകരമായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ സ്ത്രീക്കെതിരെ ആര് പരാതി കൊടുത്താലും ഒരു പോലീസ് സ്റ്റേഷനിലും പരാതി എടുക്കുന്ന അവസ്ഥയില്ല. ഇപ്പോ എന്നെക്കുറിച്ച് ആദ്യം ഒരു വാർത്ത ചെയ്ത സമയത്ത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഞാൻ ഒരു പരാതി കൊടുത്തു. ഞാൻ ആരാണെന്നോ എന്താണെന്നോ ഒന്നും പറയാതെയാണ് അവിടെ കൊണ്ടുവന്ന ഒരു സ്ത്രീക്ക് എന്താണ് സംഭവിക്കുക, ഒരു സ്ത്രീക്ക് പരാതി കൊടുത്താൽ എന്താണെന്ന് അറിയാൻ വേണ്ടി അവിടെ പരാതിയുമായി ചെല്ലുന്നു. ഞാൻ കൊടുത്ത പരാതി, ആ പരാതിയിൽ ആകെ എന്റെ പേര് പറയുന്നില്ല, എന്റെ സർനെയിം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷെ അതിൽ എന്റെ പേര് ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പോലീസുകാരൻ, ഇത് കിട്ടിയ മാത്രമല്ല, ഈ പോലീസുകാരൻ ഈ സ്ത്രീയെ വിളിക്കുമ്പോൾ ഈ സ്ത്രീ ആ ടാഗ് റിമൂവ് ചെയ്തുകൊണ്ട് ഇവരുടെ കൂടെയുള്ള മറ്റൊരു ആളെയും കൂട്ടി വന്നിരുന്ന് വീണ്ടും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്ന് വെച്ച് പോലീസിനെ വെല്ലുവിളിക്കുകയായിരുന്നു ചെയ്തത്. ഞങ്ങൾ ആദ്യം ഇത് കോടതിയിൽ പോയപ്പോൾ ഇന്ന് ഇത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇപ്പൊ ഞാൻ ലൈവ് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ന് കേരളത്തിലെ ഒരു മാധ്യമങ്ങളെയും ഗുരുവായൂരിൽ വിഷുപ്പുലരിയിൽ കയറ്റിയില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമുക്കറിയാം ശബരിമല അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനം ചെയ്തു കൊടുക്കാറുണ്ട്. അതിന് കേരളത്തിലെ പോലീസ് പറയുന്ന അല്ലെങ്കിൽ ഗുരുവായൂർ ടെമ്പിൾ സ്റ്റേഷനിലെ പോലീസ് പറയുന്ന ന്യായം കോടതി വിധിയുണ്ട് എന്നാണ്. കഴിഞ്ഞ ഒരു വർഷത്തിന് മുമ്പാണ്, ഏതാണ്ട് ഒരു 7-8 മാസങ്ങൾക്ക് മുമ്പ് വന്ന ഒരു കോടതി വിധിയാണ് ഇവർ ഈ പറയുന്ന വിധി. ആ വിധി അഡ്വക്കേറ്റ് കൃഷ്ണരാജാണ് കോടതിയിൽ അതിനുവേണ്ടി ഹാജരായത്. പല ആൾക്കാരും, അതായത് ഞാൻ, ബബിത, അങ്ങനെ 3-4 പേർ ചേർന്ന് ഇതിന്റെയൊക്കെ ഭാഗമായി, ഞങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിരുന്നു, നൽകിയ ഒരു പരാതിയായിരുന്നു. ആ പരാതിയിൽ റീൽസിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നും നടപ്പന്തലിലേക്ക് ചെന്ന് റീൽസ് എടുത്ത് പ്രചരിപ്പിക്കരുതെന്നും ഈ ജസ്ന എന്ന് പറയുന്ന പർട്ടിക്കുലർ യുവതിയും ആ യുവതിയുടെ വീഡിയോ കണ്ട ശേഷം അത് കോട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് വിധി ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ആ വിധി ഉണ്ടായ ശേഷവും ഒരു വർഷക്കാലം, ഏതാണ്ട് 8 മാസക്കാലത്തോളം ഈ സ്ത്രീ വീണ്ടും ഗുരുവായൂരിൽ പോവുകയും ജനങ്ങളെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ അജയകുമാർ എന്ന് പറയുന്ന പോലീസ് ഓഫീസറോട് തന്നെ, അതായത് ഗുരുവായൂരിലെ SHO ആയിരുന്ന അജയകുമാറിനോട് ഞാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഗുരുവായൂരിലേക്ക് ഇവർ പോകുന്നതിന്റെ അതിന്റെ തലേ ദിവസങ്ങളിലൊക്കെ ഇവർ വന്ന് പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. എന്റെ കാല് വെട്ടാൻ വരുന്നവർ വരൂ, ഞാൻ ഈ വഴിയിലൂടെയാണ് പോകുന്നത്, ഞാൻ അവിടേക്ക് പോവുകയാണ്. ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ടാണ് അവർ ഗുരുവായൂരിലേക്ക് പലവട്ടം എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പലവട്ടം എത്തുമ്പോഴും അന്ന് അജയകുമാറിനെ വിളിച്ച് സംസാരിക്കുമ്പോൾ നോക്കട്ടെ, കാണട്ടെ, നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ അജയകുമാർ പ്രതികരിച്ചിരുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, ഇവർക്ക് അജയകുമാർ എന്ന ഉദ്യോഗസ്ഥനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, ഇവർക്ക് നിർലോഭമായ സഹകരണങ്ങൾ അല്ലെങ്കിൽ നിർലോഭമായ ഒരു സഹായം എവിടെ നിന്നോ ലഭ്യമാകുന്നുണ്ട്. ആ സഹായം ലഭ്യമാകാൻ കാരണം ഇപ്പോൾ അവർ വിചാരിക്കുമ്പോൾ നമുക്കൊക്കെ സഹായം ലഭ്യമാകുന്നില്ല, അവർക്ക് സഹായം ലഭ്യമാകുന്നു, അതുകൊണ്ട് ഞാനല്ലേ വലിയ ആളെന്നൊക്കെ പറഞ്ഞ് നാളെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്ത സമയത്ത് എന്നെ വെല്ലുവിളിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളൊരു ജേർണലിസ്റ്റായിട്ടും പരാതി എടുത്തില്ലേന്ന്.
എനിക്ക് ജേർണലിസ്റ്റ് ആയതുകൊണ്ട് നിയമത്തിന്റെ വഴിയിലേ പോകാൻ കഴിയൂ. ആരെയും ഭീഷണിപ്പെടുത്തി, ഒരു കോവാലേട്ടനെയും ഭീഷണിപ്പെടുത്തി കയ്യിൽ വെക്കാനോ, കോവാലേട്ടനുമായി അടുപ്പമുള്ള മാധ്യമ പ്രവർത്തകരെ വെച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ അടക്കം സ്വാധീനിക്കാനോ, കേരളത്തിലെ പോലീസിനെ സ്വാധീനിക്കാനോ ഒന്നും എനിക്ക് കഴിയില്ല. അത്തരത്തിലുള്ള സ്വാധീനമായി ഞാൻ കൃത്യമായി എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോലീസ് ഓഫീസറെ വിളിച്ചുകൊണ്ട് നിയമപരമായി സംസാരിക്കുന്നതിന് അപ്പുറത്തേക്ക് എനിക്ക് വേണ്ടി ആരും പറയാനോ പറയിപ്പിക്കാനോ ഞാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അതിനുള്ള മറുപടി അതാണ്. കാരണം അവർ തന്നെ നിങ്ങൾ ഒരു ജേർണലിസ്റ്റ് അല്ലേ, നിങ്ങൾ കൊടുത്തിട്ട് പരാതി എടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജേർണലിസ്റ്റ് ആണെങ്കിലും അതിനും അപ്പുറത്ത് സ്വാധീന ശക്തിയുള്ള ഒരാളാണ് നിങ്ങളെന്നും എങ്ങനെയാണ് ആ സ്വാധീന ശക്തി ഉണ്ടാക്കിയെടുത്തതെന്നും ഞാൻ സമൂഹത്തോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത്രയേറെ പ്രശ്നമുണ്ടായിട്ടും കോവാലേട്ടൻ നിങ്ങളെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ കോവാലേട്ടൻ പെട്ടിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ കോവാലേട്ടൻ പെട്ടതുകൊണ്ടാണ് കോവാലേട്ടൻ നിങ്ങളെ സംരക്ഷിക്കാനായി നിൽക്കുന്നത്. അത് യാതൊരു സംശയവുമില്ല. കോവാലേട്ടനുമായി ബന്ധപ്പെട്ട ചില മാധ്യമ പ്രവർത്തകർക്ക് മുഖ്യമന്ത്രിയുമായി അടുത്ത ബന്ധമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അയാളാണ് ഈ സഹായം ചെയ്തു കൊടുക്കുന്നത് എന്നാണ് എനിക്കിപ്പോൾ മനസ്സിലാവുന്നത്. ഇന്നലെ മറ്റൊരു സ്ത്രീ വന്നിരുന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന. ആരൊക്കെയോ എന്നെ വിളിച്ചു ചോദിച്ചു, നാളെ അവർ ഗുരുവായൂരിലേക്ക് പോലീസ് പ്രൊട്ടക്ഷനുമായി വരുമെന്ന് ഒരു യുവതി വന്നിരുന്ന ഒരു സ്ത്രീ വന്നിരുന്ന് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത്തരത്തിൽ ഏതെങ്കിലും സ്ത്രീ പറയുന്നതിനെ കാര്യമാക്കേണ്ടതില്ല. കാരണം അവരുടെ നിലപാടുകൾ നമ്മൾ സമൂഹത്തിൽ കണ്ടതാണ്. ഒരു മിനിറ്റിനും ഇടയ്ക്ക് മലക്കം മറിയുന്ന നിലപാടുള്ള സ്ത്രീകൾ അവർ ഗുരുവായൂരിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിന് നിയമപരമായി അവർക്ക് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ പോലീസ് പ്രൊട്ടക്ഷനോടെ വരുന്നു എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെങ്കിൽ ഒരു സാധാരണ വ്യക്തിക്ക് പോലീസ് പ്രൊട്ടക്ഷൻ നൽകുന്നതിന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. ഏതെങ്കിലും ഒരു കോടതിയുടെ അംഗീകാരത്തോടുകൂടി ഏതെങ്കിലും ഒരു കോടതി പെർമിറ്റ് ചെയ്താൽ, കോടതിയിൽ നിന്ന് അനുവാദം വാങ്ങിയാൽ മാത്രമേ അത്തരത്തിലുള്ള പോലീസ് പ്രൊട്ടക്ഷൻ ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അത്തരം വിഷയങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് പലരോടും ഞാൻ പറഞ്ഞു. പലരും വിളിച്ചു പറയാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വാർത്ത ചെയ്ത സമയത്ത് ഈ സ്ത്രീകളെ പലരും എന്നോട് ചോദിച്ചു, നിങ്ങളുടെയൊക്കെ കൂടെ നിന്ന ആളല്ല. എന്റെ കൂടെ നിന്ന ആളല്ല. ഞാൻ ഈ സ്ത്രീയെ പരിചയപ്പെടുന്നത് പോലും എന്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ പരിചയപ്പെടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എനിക്കൊരു മെസ്സേജ് വരികയും ഒന്ന് തിരിച്ചു വിളിക്കാമോ, ശ്രീലയുടെ വീഡിയോ ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എന്റെ വീഡിയോ എടുത്ത് വീഡിയോ ചെയ്യുമ്പോൾ മാത്രമാണ് ഒന്നോ രണ്ടോ തവണ ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് പണ്ടും എനിക്കൊരു ബന്ധവുമില്ല. ഈ വിഷയത്തോടുകൂടി ഈ വിഷയം ഉണ്ടായപ്പോൾ ഈ സ്ത്രീയുമായി ബന്ധപ്പെട്ടവർ വീഡിയോ ചെയ്തപ്പോൾ എന്റെ വിയോജിപ്പ് പരസ്യമായി അവരോട് ഞാൻ വളരെ കൃത്യമായി എന്റെ വാട്സപ്പിൽ നിന്ന് വളരെ കൃത്യമായി നിങ്ങളോട് ഇനി ഒരു കാലത്തും എനിക്ക് സംസാരിക്കാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ നിലപാട് മാറ്റമുള്ള സ്ത്രീകളോടും അത്തരത്തിലുള്ള ആൾക്കാരോടും എനിക്ക് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി ഒരിക്കലും അത്തരത്തിലുള്ള ആൾക്കാരോട് ഒരിക്കലും എനിക്ക് സഹകരിക്കാൻ കഴിയില്ല. ഞാനൊരു നിലപാടുള്ള വ്യക്തിയാണ് ഏത് വിഷയത്തിലാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് അത് കൃത്യമായി തന്നെ അവരോട് തന്നെ, മറ്റൊരാളോട് ഞാൻ പറയാൻ പോയില്ല. ആദ്യമായിട്ടാണ് ഇപ്പോൾ ഇത് പറയേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം ഒരുപാട് പേർ എന്നെ വിളിച്ച് ഈ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കുമോ, ഈ വിഷയത്തിൽ അവരെന്താണ് ഇങ്ങനെ മലക്കം മറിഞ്ഞത്, അതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബർ അയാൾ എന്തുകൊണ്ടാണ് മലക്കം മറിഞ്ഞത്, അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം മറ്റെന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും. എനിക്കറിയില്ല അതെന്താണ് കാരണമെന്ന് ഞാൻ അവരോട് സംസാരിച്ചിട്ടുമില്ല. രണ്ടാമത് പറഞ്ഞ യൂട്യൂബറോട് ഞാൻ സംസാരിച്ചിട്ടുമില്ല. എനിക്ക് നേരത്തെ സൗഹൃദം ഉണ്ടായിരുന്ന ഒരാളാണ്. കഴിഞ്ഞ 2 വർഷമായി മറ്റു പ്രശ്നങ്ങളൊന്നും കൊണ്ടല്ല, കഴിഞ്ഞ 2 വർഷമായി ഞാൻ അയാളോടും സംസാരിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ അതുകൊണ്ട് ഞാൻ വ്യക്തത വരുത്തുകയാണ്. ഈ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന 2 പേരുമായി എനിക്കൊരു ബന്ധമില്ല. ഈ പറയപ്പെടുന്ന ആദ്യം പറഞ്ഞ ആ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് ഇവർക്ക് വേണ്ടി വാദിക്കുന്നു എന്ന് പറയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തക എന്ന് അവകാശപ്പെടുന്ന അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കൽ എന്നോട് അവരെ വിളിച്ച് ഇവർ പറഞ്ഞിരുന്നു എന്നോട് സംസാരിക്കണം, ഒരു കോംപ്രമൈസ് സാധ്യത. അവരെല്ലാവരെയും ഒരേ നാഴിയിലാണ് അളന്നതെന്ന് തോന്നി. ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീ അവർ വന്ന് കോംപ്രമൈസ് ചെയ്താൽ, അവർ വന്ന് സംസാരിച്ചാൽ, അവർ വന്ന് കുഴഞ്ഞ് വീണാൽ എല്ലാവരും കേൾക്കുമെന്ന ധാരണ ഒരുപക്ഷെ അവർക്കുണ്ടായിരിക്കും. ആ ഗണത്തിൽപ്പെടുന്ന ആളല്ല ശ്രീലാപിള്ള. അതുകൊണ്ട് തന്നെ ആ ഗണത്തിൽ അത്തരത്തിലുള്ള ഇടപാടുമായി ഇങ്ങോട്ട് വരണ്ട. ഞാനൊരു കാര്യത്തിൽ നിലപാടെടുത്താലും നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതിൽ ഇനി എന്തെല്ലാം സംഭവിച്ചാലും എന്റെ തലയാണ് അങ്ങ് പോകുന്നെങ്കിൽ തലയങ്ങ് പോകട്ടെ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അത്തരത്തിലുള്ള കോംപ്രമൈസ് സാധ്യതയില്ല എന്ന് പറഞ്ഞതോടുകൂടിയാണ് എന്റെ ഫോട്ടോ അടക്കം ചെയ്തിരുന്ന വീഡിയോകളൊക്കെ റീ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ല, റീ എഡിറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. റീ എഡിറ്റ് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ എന്റെ സ്ക്രീൻഷോട്ടും അതുപോലെ തന്നെ അവരുടെ വീഡിയോ എല്ലാം പകർത്തി വെച്ചിട്ടുണ്ട്. സ്ക്രീൻ റൊട്ടേഷനും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് റീ എഡിറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് തെളിവ് നശിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ തെളിവ് ഒരു ക്രൈം മാത്രമല്ല, നിങ്ങൾ എനിക്കെതിരെ അനാവശ്യമായി ഒരു കാര്യം 1% പോലും ശരിയല്ലാത്ത വീഡിയോ ചെയ്തു എന്ന് മാത്രമല്ല, എന്നെ ഏറ്റവും മോശമായി സമൂഹത്തിൽ ഏറ്റവും നിങ്ങളെടുക്കുന്ന പണി, നിങ്ങൾ 10ഉം 100ഉം മറ്റുള്ളവരോട് വാങ്ങിച്ച് ജീവിക്കുന്ന നിങ്ങളുടെ പണി ഞാൻ എടുത്തു എന്ന് നിങ്ങൾ ആരോപിക്കുകയും ചെയ്തു. നിങ്ങൾ ഇതെല്ലാം തെളിയിക്കേണ്ടി വരും. അക്കാര്യത്തിലൊരു സംശയമില്ല. അപ്പോ
അത് ആ പറയുകയും അതിനുശേഷം വീണ്ടും നിങ്ങൾ മറ്റൊരു ക്രൈം കൂടി കമ്മിറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞ് കുറച്ചു കാലം എന്റെ വീഡിയോ അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത ശേഷം എന്നെ സ്ട്രോക്കിങ്ങിന് വിധേയമാക്കാൻ വിട്ടുകൊടുത്ത ശേഷം നിങ്ങൾ വീണ്ടും ചെയ്തിരിക്കുന്നത് വീണ്ടും നിങ്ങൾക്കത് ക്രിമിനൽ ആക്ടിവിറ്റി ആണെന്ന് മനസ്സിലായതോടുകൂടി നിങ്ങൾ റീ എഡിറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പല ക്രൈം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള ലോകസുന്ദരനില്ലേ, നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ അധിക്ഷേപിക്കുന്ന ലോകസുന്ദരിയും സുന്ദരനുമാണ് എന്നാണ് ഇവർ രണ്ടും പറയുന്നത്. എന്താണ് സൗന്ദര്യം എന്ന് എനിക്കറിയില്ല. ഞാൻ കണ്ടിട്ട് അതിനകത്തൊരു പ്രത്യേകിച്ച് സൗന്ദര്യവും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും ബോഡി ഷേവിംഗ് നടത്തുക, നാട്ടിലുള്ള സ്ത്രീകളെ വൃത്തികേട് പറയുക, അവരുടെ ഗണത്തിലാണ് എല്ലാ സ്ത്രീകളും, അവരുടെ സ്വഭാവമാണ് എല്ലാ സ്ത്രീകൾക്കും എന്ന് വിചാരിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതല്ല ഇപ്പൊ ഞാൻ പറയാൻ വന്ന വിഷയം. ഇവിടെ ഗുരുവായൂർ പോലീസ് ഇപ്പോ പലരും എന്നെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് എന്ന്. ഏതായാലും ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് ചില നിയമപരമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. അതിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന കേസിൽ 7 വർഷത്തിന് കുറവുള്ള അത്തരത്തിൽ ശിക്ഷിക്കപ്പെടാവുന്ന കേസുകളിൽ നോട്ടീസ് നൽകി അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം വിട്ടയക്കാം എന്നുള്ളതാണ്. അപ്പോ അത്തരത്തിലൊരു ശ്രമം ഈ അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ എന്ന് പറയുന്ന ആ വിധിയെ ഉദ്ധരിച്ചുകൊണ്ട് ഇവരെ തൊടാതെ നോട്ടീസ് കൊടുത്ത് മോളെ ഇവിടെ നിന്ന് വന്നിട്ട് പോകൂ എന്ന് പറഞ്ഞ് നോട്ടീസ് നൽകി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തി തിരിച്ചുവിടാനുള്ള സ്റ്റേഷൻ ജാമ്യം നൽകി തിരിച്ചുവിടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചില സമ്മർദ്ദങ്ങളുടെ ഭാഗമാണെന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ ഒരു വിധി ഉണ്ടായാൽ അതായിക്കോട്ടെ, അങ്ങനെ ഒരു വിധി ഉണ്ടാകുമോ അല്ലെങ്കിൽ അത്തരം ഒരു നീക്കം ഉണ്ടായോ എന്നറിയേണ്ടതാണ്. ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനം അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ ഉദ്ധരിക്കുമ്പോഴും ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിലെ പരമോന്നത കോടതിയായ ഹൈക്കോടതി, ആ ഹൈക്കോടതിയുടെ ഒരു വിധിയെയാണ് ഇവർ ലംഘിച്ചിരിക്കുന്നത്. അപ്പോ ഒരു കോർട്ടലക്ഷ്യം കാണിച്ചാൽ ആ കോർട്ടലക്ഷ്യത്തിന്, അതായത് പരമാവധി നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോടതികളിലൊന്ന്, ഏറ്റവും പരമോന്നതമായ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പരമോന്നതമായ കോടതിയാണ് ഹൈക്കോടതി. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു വിധിയുടെ നഗ്നമായ ലംഘനം നടത്തിയാൽ ഒരു അറസ്റ്റ് പേപ്പർ എഴുതി കൊടുത്ത് വീട്ടിൽ വിട്ടാ മതിയോ എന്ന് നമുക്ക് ഒന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് പോലീസിന് വേണമെങ്കിൽ ചെക്ക് ലിസ്റ്റ് എഴുതി വെച്ചുകൊണ്ട് ഇതിൽ കോർട്ടലക്ഷ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. പോലീസാണ് സാധാരണഗതിയിൽ ഈ കാര്യത്തിൽ ഇപ്പോ ഇടയ്ക്കൊക്കെ ആരൊക്കെയോ കൃഷ്ണരാജ് വക്കീലിനെ ഇരുന്ന് പറയുന്നത് കേട്ടു, കൃഷ്ണരാജ് വക്കീൽ ഇവരെ അറസ്റ്റ് ചെയ്യിക്കില്ല, അതായത് മറ്റ് ഒരു സ്ത്രീയുടെ കൂടെ ഇവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയോടൊപ്പമുള്ള ചിത്രം കണ്ടുവെന്നൊക്കെ. ഞാൻ കൃഷ്ണരാജ് ചേട്ടനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് 2 കേസുകൾ ഇവർക്ക് വേണ്ടി നേരത്തെ ജാമ്യം എടുത്ത് നൽകിയിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഈ കേസിൽ ഇപ്പോ ദേവസ്വം ബോർഡാണ് കേസെടുത്തതെന്ന് വ്യാപകമായി എല്ലാ മാധ്യമങ്ങളും കൊടുക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡിനെ കേസ് നൽകാൻ പോലീസിന് കേസെടുക്കാൻ നിർബന്ധിതമായത് കൃഷ്ണരാജ് തന്നെയാണ്. ഈ കേസിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് വീണ്ടും കോർട്ടലക്ഷ്യം നടന്നിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി കോടതിയിലേക്ക് പോയതോടുകൂടിയാണ് കോടതി ചോദിക്കുന്നു ദേവസ്വം ബോർഡിനോട് എന്തുകൊണ്ടാണ് നിങ്ങൾ കേസ് നൽകാത്തത് എന്ന് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഒരു പരാതിക്കാരനെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ഇപ്പോൾ കേസെടുത്തത്. അല്ലാതെ കൃഷ്ണരാജ് എന്ന് പറയുന്ന അഭിഭാഷകൻ തന്നെയാണ് ഈ കേസിലും ഈ കേസെടുക്കാനും ഉള്ള കാരണമായി മാറിയിട്ടുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തെ ആരും തെറ്റിദ്ധരിക്കേണ്ട. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ നിലപാട് വളരെ കൃത്യം തന്നെയാണ്. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചിരുന്നു. ഈ വിഷയത്തിൽ അദ്ദേഹത്തിന് യാതൊരു നിലപാട് മാറ്റവുമില്ല. അത് കൃത്യം തന്നെയാണ്. അതായത് ഒന്നുമില്ല എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ ഞങ്ങളുടെയൊക്കെ ഭാഗമാണെന്ന് വരുത്തി തീർക്കാനാണ് അദ്ദേഹത്തോടൊപ്പമുള്ള ചിത്രം ഇട്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും അഭിഭാഷകരുമൊക്കെ ഇത്തരത്തിലുള്ള വ്യാജ നിർമ്മിതികളും വ്യാജരായ ആൾക്കാരും ഒക്കെ വന്ന് ചിത്രമെടുക്കുമ്പോൾ അഭിഭാഷകരടക്കം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി മനസ്സിലാക്കിക്കുന്ന ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായി തന്നെ ഇതിൽ കേസെടുക്കാവുന്ന, അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിലാക്കാവുന്ന അർണേഷ് കുമാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു കോടതി ഇലക്ഷൻ കേരളത്തിലെ ഹൈക്കോടതി കാണിച്ച, പരമോന്നത കോടതി കാണിച്ച ആ കോടതിയുടെ ഒരു വിധിയെ മറികടന്നുകൊണ്ട് ഈ സ്ത്രീ കാണിച്ചു കൂട്ടിയതിന് ഇവർ കോടതിയിൽ പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവർ ജയിലിലേക്ക് പോകേണ്ടി വരുന്ന സാഹചര്യമില്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കേരളത്തിലെ പോലീസ് നൽകുന്ന സന്ദേശം എന്താണ്? കോർട്ടലക്ഷ്യം കാണിക്കാമെന്നോ? കോടതി ഇത്രയും ഉള്ളൊന്നോ? അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കുഴപ്പമില്ല, ഏതെങ്കിലുമുള്ള സ്വാധീനമുണ്ടെങ്കിൽ ഇങ്ങനെ ആരെയും, നമുക്കറിയാം ചിലർക്ക് ഇത് കേസെടുക്കാൻ കേരളത്തിലെ പോലീസിന് കഴിയില്ല. കാരണം പോലീസുകാരൊക്കെ ആ ചക്കറിൽ പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ള ചിലരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ചില ഹണി ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്ന, പോലീസിനെ മാത്രം ഹണി ട്രാപ്പ് ചെയ്ത് ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത്തരത്തിലുള്ള സ്ത്രീകൾക്കൊന്നും എതിരെ കേസെടുക്കാൻ പറ്റില്ല. കാരണം കേസെടുത്താൽ കേരളത്തിലെ പോലീസ് സേന തന്നെ പിരിച്ചുവിടേണ്ടി വരുമെന്നുള്ള അവസ്ഥയിലുള്ള ചില ഘട്ടങ്ങളൊക്കെ പോലീസ് കടന്നുപോയിട്ടുണ്ട്. ഈ അവനവൻ ചെയ്യേണ്ട ജോലി കൃത്യമായി ചെയ്യാതിരിക്കുകയും ഏതെങ്കിലുമൊക്കെ സ്ത്രീകളെ കാണുമ്പോൾ ഇങ്ങനെ അലിഞ്ഞു പോവുകയും ചെയ്യുന്നതുകൊണ്ടാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരുന്നത്.
ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു, അജയകുമാർ ഇനി അഥവാ ഈ സ്ത്രീയെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈവ് സ്ട്രീമിങ്ങും ഒരു 2 പോലീസിന്റെ ക്യാമറയും ഒക്കെ ആയിട്ട് പോകണം. അല്ലെങ്കിൽ നാളെ അവരെ കയറി പിടിച്ചുവെന്ന് വളരെ സൂക്ഷ്മതയോടെ അജയകുമാറിനോട് ഞാൻ പറയുകയാണ്. നിങ്ങൾ അറസ്റ്റ് രേഖപ്പെടുത്താനോ അല്ലെങ്കിൽ നിങ്ങൾ സെറ്റിൽ ചെയ്ത് പിരിച്ചുവിടാനോ ഒക്കെ ശ്രമിക്കുകയാണെങ്കിൽ ദയവേത് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ പരമാവധി ലൈവ് സ്ട്രീമിംഗ് നടത്തി തന്നെ പോകണം. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നാളെ കേസ് വന്നേക്കാം. കാരണം അങ്ങനെ മിണ്ടിയാൽ കേസ് കൊടുക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഏതെങ്കിലും അവപാദം, അവളെ നോക്കിയെന്നോ അവളുടെ കൂടെയുള്ളവരെ നോക്കിയെന്നോ ഒക്കെ പറയാം. അവളുടെ കൂടെയുള്ള ഒരുത്തനെ നോക്കി അവനെ നോട്ടമുണ്ട് എന്നൊരു വീഡിയോയിൽ അവർ എന്നെ കുറിച്ച് പറയുന്നത് കേട്ടു. അവൾ എന്താണ്, എന്റെ വീട്ടിലെ വേലയ്ക്ക് പോലും അവളുടെ പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിലുള്ള ഒരാളെ, ആ പഞ്ചായത്തിൽ ഇവളോട് സംസാരിച്ചിട്ടുള്ള ഒരാളെ ഞാൻ നിയമിക്കില്ലല്ലോ. അത്ര വൃത്തികെട്ട, ലോകത്തെ ഏറ്റവും ഞാൻ കാണുന്നതിൽ ഏറ്റവും വൃത്തികെട്ട, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടുള്ളതിൽ, ഈ എന്റെ ഇത്രയും വർഷത്തെ ജീവിതത്തിനിടയിൽ ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും വൃത്തികെട്ട സ്ത്രീയാണവർ. കാരണം അവരുടെ ലൈംഗിക വൈകൃതമുള്ള, അവരുടെ ഭാഷ, അവരുടെ ആംഗ്യങ്ങൾ, അവരുടെ സ്വഭാവം എല്ലാം ഒന്നിനൊന്ന് പൂരകങ്ങളായ സ്വഭാവ വൈകൃതമുള്ള ഒരു സ്ത്രീയാണ്. ഒരു കാലത്തും ആ സ്ത്രീയെ അംഗീകരിക്കാനോ, ആ സ്ത്രീ ഇനി എന്തെല്ലാം ചെയ്താലും, ജയിലിൽ പോയാലും ഒന്നും തന്നെ ഞങ്ങളുടെ വിഷയമല്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, കോടതി അലക്ഷ്യം കാണിക്കുന്ന ഒരാൾക്ക് ആ എന്തും കാണിക്കാമെന്ന് 2-3 ദിവസമായി ഇന്ന് കേസെടുത്തിട്ട് അവർ നിരന്തരം വന്ന് വെല്ലുവിളിക്കുകയാണ്. മറ്റൊരു സ്ത്രീ അവർ മാങ്ങാ പറിക്കുന്നോ തേങ്ങാ പറിക്കുന്നോ ഏതോ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നു. കണ്ടില്ലേ, അവരവിടെയുണ്ട്, അവരുടെ വീട്ടിൽ സുരക്ഷിതമായിരിക്കുന്നു. അപ്പൊ കേരളത്തിലെ പോലീസ് ഇത്രയും ഉള്ളുവെന്നും കേരളത്തിലെ കോടതി അലക്ഷ്യം കാണിച്ചാൽ ഇത്രയും ഉള്ളുവെന്നും വളരെ വ്യക്തമായി തന്നെ അവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കളികൾ കളിക്കുന്നത്. ഏതായാലും പോലീസ് ഇതിൽ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അടുത്ത നീക്കവുമായി ഇവരെ അറസ്റ്റ് ചെയ്ത്, ഇവരെ റിമാൻഡ് ചെയ്ത് വേണ്ട വിധത്തിലുള്ള നിയമ നടപടികൾക്ക് മുതിർന്നില്ലെങ്കിൽ ഈ കോടതി അലക്ഷ്യം കാണിച്ചതിനുള്ള കാര്യം, കോടതി അലക്ഷ്യം കാണിച്ചിട്ടും ഇവരെ അറസ്റ്റ് ചെയ്യാത്ത കാര്യം ചൂണ്ടിക്കാട്ടി വീണ്ടും ഒരു പരാതിയുമായി ഞങ്ങൾ പോകും. അതിൽ യാതൊരു സംശയവുമില്ല. അടുത്ത പരാതി കേരളത്തിലെ പോലീസിന്റെ, അതായത് അജയകുമാറിന്റെ പേരിലായിരിക്കും. കാരണം ഇങ്ങനെ ഒരു കേസ് ഉണ്ടായിട്ട് ഒരു കോർട്ടലക്ഷ്യം കാണിച്ചിട്ട് അത് ചെക്ക് ലിസ്റ്റിൽ എഴുതാതെ, അതാണ് കാരണമെന്ന് എഴുതാതെ അവരെ പുറത്തുവിടാനുള്ള സാഹചര്യം ഉണ്ടായെങ്കിൽ, അവരെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്ത് വിടാനുള്ള സാഹചര്യം ഉണ്ടാക്കിയെങ്കിൽ അതിനുള്ള നിയമ നടപടി നേരിടേണ്ടി വരുന്നത് കേരളത്തിലെ പോലീസായിരിക്കും. യാതൊരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അജയകുമാർ എന്ന ഗുരുവായൂർ ടെമ്പിൾ പോലീസ് സ്റ്റേഷനിലെ SHO ആയിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. ഇന്നിപ്പോ ഇത്രയും ഹാർഡായ കാര്യങ്ങൾ പറയേണ്ടി വരുന്നതിൽ വിഷമമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദുക്കളുടെ ഒരു വിശേഷ ദിവസമാണ്. അപ്പൊ എല്ലാവർക്കും വിശ്വാസംസകൾ. ഇത് താമസിച്ചു പോയാൽ ഇന്ന് തന്നെ ചിലപ്പോ അറസ്റ്റൊക്കെ രേഖപ്പെടുത്തി കുഞ്ഞാവയെ വിളിച്ച് പോലീസ് ഒപ്പിട്ട് വിട്ടയക്കുമായിരിക്കും. അല്ലെ 2 റീൽസ് ഇടുമായിരിക്കും. പോലീസുകാരും ഇവരുമൊക്കെ ചേർന്ന് ഗുരുവായൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് 2 റീൽസ് ഇട്ടിട്ട് പറഞ്ഞു വിടുമായിരിക്കും. അതിനായിരിക്കും വിളിച്ചു വരുത്തുന്നത്. അപ്പൊ ഏതായാലും വിളിച്ചു വരുത്തി റീൽസ് ഇട്ട് പറഞ്ഞയക്കാനാണോ, അറസ്റ്റ് ചെയ്യാനാണോ, കോടതിയെ ലക്ഷ്യം കാണിച്ചാൽ ഇത്ര മാത്രമേ ഉള്ളൂ? ഇതൊക്കെ ഒന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി അടുത്തത് കോടതി ലക്ഷ്യത്തിന് ഇത്രമാത്രം വിലയുള്ളൂ എന്നൊന്ന് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ അവസാനം വരെ, സുപ്രീം കോടതിയിൽ പോയാൽ പോലും ഇതിന്റെ അവസാനം വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളാരും കാലുമാറില്ല. അത് ഞാൻ നിങ്ങൾക്ക് കേരളീയ പൊതുസമൂഹത്തിന് തരുന്ന വാക്കാണ്. ഇതിൽ എന്തൊക്കെ സംഭവിച്ചാലും എന്നെ ഇവർ കൊന്നുകളഞ്ഞാൽ, മരിച്ചാൽ മാത്രമേ എന്തെങ്കിലും എനിക്ക് ചെയ്യാതിരിക്കാൻ കഴിയുകയുള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലത്തോളം കാലുമാറാതെ, പറഞ്ഞ വാക്കിൽ നിന്ന് അണുവിട വ്യതിചലിക്കാതെ കേരളീയ പൊതുസമൂഹത്തിലെ, കേരളത്തിലെ വിശ്വാസികളോടൊപ്പം, ഈ സ്ത്രീ ഉപദ്രവിച്ചിട്ടുള്ള എല്ലാ സ്ത്രീകളോടൊപ്പം, ഈ സ്ത്രീ അനാവശ്യം പറഞ്ഞിട്ടുള്ള മുഴുവൻ സ്ത്രീകളോടൊപ്പം, ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങളെ ഞാൻ കോൺടാക്ട് ചെയ്യുന്നുണ്ടാവില്ല, നിങ്ങളുമായിട്ട് എനിക്ക് ബന്ധം സ്ഥാപിക്കുന്നുണ്ടാവില്ല, നിങ്ങളെ തേടിപ്പിടിച്ച് ഞാൻ വരുന്നുണ്ടാവില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പലരും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് ഞങ്ങൾ കുറച്ചുപേർ പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ നിന്ന സ്ത്രീയല്ല, എന്റെ കൂടെ നിന്ന സ്ത്രീയുമല്ല, ഇവര് ആരെയും കണ്ടിട്ട് തുടങ്ങിയ ഒരു പ്രതികരണമല്ല ഞാൻ. അത്തരത്തിൽ ഞാൻ കൂടെയുള്ളവരെയെല്ലാം ഗ്രൂപ്പ് ചേർത്ത് നിർത്തിക്കൊണ്ട് അങ്ങനെ ഇതുണ്ടാക്കുന്ന ഒരാളല്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ അനൗൺസ് ചെയ്യുന്നല്ലാതെ ഈ അല്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ചെയ്യാറില്ല. അതുകൊണ്ട് ഇനിയും ആർക്കെങ്കിലും ആരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ വൈരാഗ്യമുള്ളവർ എല്ലാവരെയും കൂടി കൂട്ടിപ്പിടിച്ചൊരു അംഗം നയിക്കാനുള്ള താല്പര്യവും എനിക്കില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല എനിക്ക് പറയാനുള്ള. കാരണം നമ്മൾ അങ്ങനെ അംഗം നയിക്കുമ്പോഴായിരിക്കും നമ്മളിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൊഴിഞ്ഞു പോകുന്നത്. ഏതായാലും ദൈവാധീനമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഈ ഞാൻ പറയപ്പെടുന്ന ഇപ്പോൾ അവരുടെ ഭാഗമായി സ്ത്രീയോടൊന്നും കൂടിച്ചേർന്നുകൊണ്ട് ഒരു തരത്തിലുള്ള ഇന്ന് വരെ ഒരു തരത്തിലുള്ള ഒരു ഇതും ഉണ്ടാകാൻ എനിക്ക് ഇടയായിട്ടില്ല. അതേതായാലും വലിയ കാര്യം തന്നെ. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ പറയുന്ന വാക്കിൽ ഞാൻ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അത് അങ്ങേ അറ്റം വരെ ഉറച്ചു നിൽക്കുകയും ചെയ്യും. അപ്പൊ ശരി, കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി വിശ്വാസംസകൾ.
കാണാം, നോക്കട്ടെ ഇനി എന്താണ് കേസ് എങ്ങനെയാണ് പോകുന്നതെന്ന് നോക്കട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത നീക്കം എന്താണെന്ന് പറയാം. പിന്നെ എന്റെ 2 കേസുകൾ, 2 ഡിഫമേഷൻ ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഉടൻ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൂടി ഞാൻ അറിയിക്കാം. പിന്നെ അമിത്ഷായ്ക്ക് അടക്കം ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില പരാതികൾ നൽകിയിട്ടുണ്ട്. ആ പരാതിയുമായി ബന്ധപ്പെട്ടുമൊക്കെ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നീട് ഓരോന്നോരോന്നായിട്ട് വിശദീകരിച്ച് പറയുന്നതായിരിക്കും.